വരൾച്ചയെ തുടർന്നുണ്ടായ വേനൽ മഴയിൽ വയനാട്ടിൽ വൻ കൃഷിനാശം. ഉണങ്ങി നശിച്ച വാഴകൾ ചെറിയ കാറ്റിൽ പോലും ഒടിഞ്ഞു തൂങ്ങുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കൽപ്പറ്റ മുട്ടിൽ കൃഷിഭവന് കീഴിൽ ചേലക്കത്തൊടി റസാക്കിന്റെ 4000-ലധികം വാഴകളെയാണ് ഇങ്ങനെ നശിച്ചത്. കാക്കവയൽ ചോലകത്തൊടി റസാഖ് എന്ന കർഷകന്റെ വാഴകളാണ് വരൾച്ചയിൽ നശിച്ചത്. സമീപത്തെ തോട്ടിൽ നിന്നും ജലസേചന സൗകര്യം ഒരുക്കിയിരുന്നെങ്കിലും വരൾച്ചയെ പ്രതിരോധിക്കാനായില്ല. മികച്ച കർഷകനുള്ള പുരസ്കാരം പലതവണ റസാഖ് നേടിയിട്ടുണ്ട്. മുട്ടിലിൽ ഒരു ഭൂവുടമയിൽ നിന്നും 5 ഏക്കർ വയൽ പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തത്. 5000 വാഴയിൽ നിന്ന് 700ഓളം വാഴ മാത്രമേ വിളവെടുപ്പിന് സാധ്യമായവയുള്ളൂ. ബാക്കി മുഴുവനും കരിഞ്ഞുണങ്ങി. കനത്ത വരൾച്ചയെ തുടർന്നുണ്ടായ വേനൽ മഴയ്ക്കൊപ്പം കാറ്റും കൂടി വീശിയതോടെ വാഴകളെല്ലാം പിടിച്ചു നിൽക്കാനാകാതെ നിലം പൊത്തുകയായിരുന്നു. എൻ്റെ വാഴത്തോട്ടമാണ് ഈ പുറകിൽ കാണുന്നത്. ഏതാണ്ട് 5000 വാഴ ഞാൻ ഈ 2023-2024 ഈ സാമ്പത്തിക വർഷം കൃഷി ചെയ്തതായിരുന്നു. അതിൽ ശക്തമായ കാറ്റും മഴയും വെയിലിന്റെ ചൂടും ഒക്കെ കാരണം 700 കൊല പോലും നമുക്ക് വെട്ടാൻ കിട്ടാത്ത രീതിയിൽ ബാക്കി മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്. 10 ലക്ഷം രൂപയോളം മുടക്കിയതാ, 2 ലക്ഷം രൂപ പോലും കിട്ടാൻ സാധ്യതയില്ല. ഇനി മുന്നോട്ട് കൃഷി ചെയ്യണമെങ്കിൽ ഇതിന് ക്യാഷ് കിട്ടിയിട്ട് വേണം. അത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇനി മുന്നോട്ട് നിൽക്കുന്നത്. കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് റസാഖും കുടുംബവും ജീവിച്ചു പോകുന്നത്. എന്നാൽ റസാഖിനെ പോലെ നിരവധി കർഷകരാണ് വയനാട്ടിലുമുള്ളത്. ജയ് ഹിന്ദ് ന്യൂസ്, വയനാട്.